Everyone, welcome back to a new video. Today we'll be discussing the concept Birmingham School, which comes under MAS for Cultural Studies. Birmingham School is the center of contemporary cultural literature, known as CCCS for short form, and was a research center at the University of Birmingham, England. So it got its name from the place. It was founded in 1964 by Stuart Hall and Richard Hogarth, its first director. From 1964 to 2002, it played a critical role in developing the field of cultural studies. So, we'll be talking about the history first. The center was the focus for what became known as the Birmingham School of Cultural Studies, more generally, British Culture Studies. After its first director, Richard Hogarth, departed in 1968, the center was led by Stuart Hall. He was succeeded by Richard Johnson. The Birmingham CCS approach to culture and politics evolved from a complex movement within British post-war history. The rise of the anti-Stalinist New Left, promotion of adult education in Britain after World War II, the Americanization of British popular culture, and growth of mass communication in the decades after 1945, the growing multiculturalism of British society, and the eventual influence within British academia of new critical methods like semiotics and structuralism. Drawing on a variety of influence, such as feminism, structuralism, Marxism, especially the work of Louis Althusser and Antonio Gramsci, sociology, critical race theory, and post-structuralism. Over the course of several decades, the center pioneered a variety of approaches to the study of culture, including ideological analysis, studies of working class culture and subculture, the role of media audience, feminist cultural studies, hegemonic struggles in state politics, and the place of race in social and cultural processes. സോ ഹിസ്റ്ററിയിൽ എവിടെയാണ് എസ്റ്റാബ്ലിഷ് ആയത്, ഏത് വർഷമാണ്, ആരാണ് ഫസ്റ്റ് ഡയറക്ടർ എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതിൽ എന്തുകൊണ്ടാണ് ഇത് എസ്റ്റാബ്ലിഷ്ഡ് ആയത്, എങ്ങനെയാണ് ഈ ഒരു ബിർമിംഗ്ഹാം സ്കൂൾ എന്നുള്ളൊരു സെൻറ്റർ വന്നത്, അതിൻ്റെ പേർപ്പസ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ കൂടുതലും ആ ഒരു വേൾഡ് വാർ ടുവിൻ്റെ ആഫ്റ്റർമാത്ത് ആയിട്ടാണ് വന്നത്. ഒരു ബ്രിട്ടീഷ് പോസ്റ്റ് വാർ ഹിസ്റ്ററി നമ്മൾ എടുക്കുമ്പോൾ തന്നെ ഒരുപാടധികം ഇവൻറ്റ്സ് സംഭവിച്ചിട്ടുണ്ട്. ആൻറ്റി സ്റ്റാലിനിസ്റ്റ് ആയിട്ടുള്ള ന്യൂ ലെഫ്റ്റ് വന്നു. അതുപോലെ തന്നെ ബ്രിട്ടനിൽ അഡൾട്ട് എഡ്യൂക്കേഷൻ ഇൻട്രൊഡ്യൂസായി. അതുപോലെ തന്നെ പോപ്പുലർ കൾച്ചർ എടുക്കുമ്പോഴും അമേരിക്കനൈസേഷൻ, അമേരിക്കയുടെ ഒരു ഇൻഫ്ലുവൻസ് കൂടുതൽ കണ്ടുവരാൻ തുടങ്ങി. അതുപോലെ തന്നെ മാസ് കമ്മ്യൂണിക്കേഷനിലും ഒരുപാടധികം ഒരു ഇൻക്രീസ് നമ്മൾ കണ്ടത് ഈ ഒരു ബ്രിട്ടീഷ് പോസ്റ്റ് വാർ പീരീഡിലാണ്. മാത്രമല്ല, ഇപ്പോൾ അക്കാഡമിക്സ് എടുത്ത് നോക്കുകയാണെങ്കിലും ഒരുപാടധികം തിയറീസ് വന്നു. ഇപ്പോൾ കൾച്ചർ സ്റ്റഡീസ് എന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ ഫ്രാങ്ക്ഫർട്ട് സ്കൂളിലൂടെയാണ് ക്രിട്ടിക്കൽ തിയറി എന്നുള്ളൊരു തിയറി തന്നെ വരുന്നത്. അത് ഇത്രമാത്രം ഇൻഫ്ലുവൻസിലാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. നമ്മളിപ്പോഴും അതൊരു പേപ്പറായിട്ട് തന്നെ സെപ്പറേറ്റ് പഠിക്കുന്നുണ്ട്. അപ്പം അങ്ങനത്തെ പല തിയറീസും വന്നത് പോസ്റ്റ് വാർ പീരീഡിലാണ്. അപ്പോൾ ഇത്രയും അധികം ഇവൻറ്റ്സ് സംഭവിക്കുന്ന ഒരു സന്ദർഭത്തിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ കൾച്ചറിലും നമ്മുടെ പൊളിറ്റിക്സിലും എല്ലാം തന്നെ ഒരുപാടധികം മാറ്റങ്ങൾ വരുന്നുണ്ട്. ഈ ഒരു മാറ്റങ്ങൾ അനലൈസ് ചെയ്യുക എന്നുള്ളൊരു പേർപ്പസും വെച്ചിട്ടാണ് ബർമിംഗ്ഹാം സ്കൂൾ എസ്റ്റാബ്ലിഷ്ഡ് ആകുന്നത്. പിന്നെ ഇറ്റ്സ് എ മൾട്ടി ഡിസിപ്ലിനറി ഫീൽഡ്. കാരണം അവർ ഒറ്റൊരു തിയറി ഫോളോ ചെയ്യുന്നവരല്ല, അല്ലെങ്കിൽ ഒറ്റൊരു ഇൻഫ്ലുവൻസിൽ വർക്ക് ചെയ്യുന്നവരല്ല. ഫെമിനിസം, സ്ട്രക്ചറലിസം, മാർക്സിസത്തിൽ തന്നെ ആൾട്ടൂസറും ഗ്രാംചിയുടെയും തിയറീസ്, അതുപോലെ സോഷ്യോളജി, ക്രിട്ടിക്കൽ റേസ് തിയറി, പോസ്റ്റ് സ്ട്രക്ചറലിസം, ഇതൊക്കെയാണ് ബർമിംഗ്ഹാം സ്കൂളിലെ തിയറിസ്റ്റുകളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള കുറച്ച് തിയറീസ് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് ആൻ ഇൻ്റർ ഡിസിപ്ലിനറി ഓർ മൾട്ടി ഡിസിപ്ലിനറി ഫീൽഡ് ഓഫ് സ്റ്റഡി. അവരുടെ മെയിൻ പേർപ്പസ് എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് കൾച്ചർ തന്നെയാണ്. അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വരുന്നത്? ഐഡിയോളജിക്കൽ അനാലിസിസ്, ഓരോരോ ഐഡിയോളജീസ് അതിനെ അനലൈസ് ചെയ്യുക. അതുപോലെ സ്റ്റഡി ഓഫ് വർക്കിംഗ് ക്ലാസ് കൾച്ചർ ആൻഡ് സബ് കൾച്ചർ. കാരണം നമുക്ക് എപ്പോഴും ഒരു ഡോമിനൻറ്റ് കൾച്ചറും പിന്നെ ബാക്കിയെല്ലാം സബ് കൾച്ചറായിട്ടാണ് വരുന്നത്. എല്ലാ ഒരു ആസ്പെക്റ്റ് എടുത്ത് നോക്കുമ്പോഴൊരു ഡോമിനൻറ്റ് സബ്മിസീവ് ഓർ സബ്വേഴ്സീവ് എന്നുള്ളൊരു സ്റ്റാറ്റസ് ഉണ്ട് എല്ലാ കാര്യത്തിലും. കൾച്ചറിൽ വരുമ്പോഴും ഉണ്ട്. ആ സമയത്ത് എലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ആർക്കാണോ കൂടുതൽ പവർ ഉള്ളത് അവരുടെ കൾച്ചറായിരിക്കും ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത്.
ബാക്കി എല്ലാവരുടെയും കൾച്ചർ, എക്സാമ്പിൾ വർക്കിംഗ് ക്ലാസ് ആണെങ്കിൽ പോലും അതെല്ലാം തന്നെ സബ് കൾച്ചറായിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സ്റ്റാറ്റസ് അതിനെ സ്റ്റഡി ചെയ്യുക. അതുപോലെ തന്നെ മീഡിയ ഓഡിയൻസിൻ്റെ റോൾ എന്താണ്, കാരണം മാസ് കമ്മ്യൂണിക്കേഷൻ, പോപ്പുലർ കൾച്ചർ എല്ലാം തന്നെ ഒരു എന്താ പറയുക ഇൻട്രൊഡ്യൂസ് ആവുകയും പ്രൊമോട്ടായി വരുന്ന ഒരു കാലമാണ്. അപ്പോൾ എങ്ങനെയാണ് മീഡിയ ഓഡിയൻസ് സൊസൈറ്റി ഇൻഫ്ലുവൻസ് ചെയ്യുക, അവരുടെ റോള് സ്റ്റഡി ചെയ്യുക. അതുപോലെ തന്നെ ഫെമിനിസ്റ്റ് കൾച്ചറൽ റിസർച്ച്, ഹെജമോണിക് സ്റ്റഡീസ് ഇൻ സ്റ്റേറ്റ് പൊളിറ്റിക്സ്, കാരണം പൊളിറ്റിക്സിൽ വരുമ്പോഴും നമുക്ക് ആ ഒരു ഹെജമണി, ഒരു ഡിസ്ക്രിമിനേഷൻ കാണാൻ പറ്റും, അതെങ്ങനെയാണ് എന്നുള്ളൊരു അനാലിസിസ്. അതുപോലെ തന്നെ കൾച്ചറൽ സോഷ്യൽ പ്രോസസ്സിലുള്ള റേസിൻ്റെ റോള്. എഗെയിൻ നമ്മുടെ ക്ലാസ്, നമ്മുടെ കാസ്റ്റ്, റിലീജിയൻ, നമ്മുടെ സ്കിൻ കളർ വെച്ചിട്ടുള്ള ഡിവിഷൻ, ഇതെല്ലാം തന്നെ എല്ലാ ആസ്പെക്റ്റിനെയും ഇൻഫ്ലുവൻസ് ചെയ്യും. നമ്മുടെ സോഷ്യൽ ലൈഫും നമ്മുടെ കൾച്ചറൽ ലൈഫും വരുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ സ്കിൻ കളർ, നമ്മുടെ റേസ് എങ്ങനെയാണ് അവിടെ ഇൻഫ്ലുവൻസ് ആവുന്നത് എന്നുള്ളൊരു സ്റ്റഡി. ഇതൊക്കെയാണ് ബേസിക്കലി ബർമിംഗ്ഹാം സ്കൂൾ നടത്തിയിരുന്ന കുറച്ച് അനാലിസിസ് എന്ന് പറയുന്നത്. മൂവിങ് ഓൺ. Notable center books include Off-Center, Feminism and Culture Studies, Resistance Through Ritual, The Empire Strikes Back, Border Patrols, Policing the Boundaries of Heterosexuality. These are some of the books that were published by the Birmingham School theorist. The history of this development can be found in the series of stenciled occasional papers the center published between 1973 and 1988. To mark the 50th anniversary of CCCS foundings, the University of Birmingham, in collaboration with former members of staff at the center, including Richard Johnson, Stuart Hall, and Michael Green, created an archive of CCCS-related material at the Cadbury Research Library at Birmingham. And when it comes to notable members, the center produced many key studies and developed the career of prominent researchers and academics. Stuart Hall, who became the center's director in 1968, developed his seminal encoding-decoding model of communication here. Of special importance is the collective research that led to Policing the Crisis, a study of law and order campaign that focused on mugging. This anticipated many of the law and order themes of Margaret Thatcher's conservative government in the 1980s. David Morley and Charlotte Brunsdon pioneered the center's approach to empirical research in the nationwide project. Richard Johnson was later director and encouraged research in social and cultural history. The center's staff included Maureen McNeil, noted theorist of culture and science, Michael Green, who focused on media, cultural policy and regional culture in the Midland, and Anne Gray, culture and media. അപ്പോൾ ഈ ഒരു നോട്ടബിൾ മെമ്പേഴ്സ് അവർ ഏതൊക്കെയാണ്, എന്താണ് അവരുടെ പ്രോമിനൻ്റ് ആയിട്ടുള്ള തിയറീസ് എന്ന് എടുത്ത് നോക്കുമ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഫ്ലുവൻസസ് എന്തൊക്കെയാണ് ബർമിംഗ്ഹാം സ്കൂൾ തിയറിസ്റ്റുകൾ ഫോക്കസ് ചെയ്തിരുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി. അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറയുന്നത്. ഫോർ എക്സാമ്പിൾ സ്റ്റുവർട്ട് ഹോൾ ആണെങ്കിൽ ആ ഒരു മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ് അദ്ദേഹം ഫോക്കസ് ചെയ്തിരുന്നത്. എൻകോഡിങ് ഡീകോഡിങ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു എസ്സേ. അതുപോലെ തന്നെ അവർ ലോ ആൻഡ് ഓർഡറും കൂടി ഫോക്കസ് ചെയ്തിരുന്നു. സ്ട്രീറ്റ് വയലൻസ് പോലത്തുള്ള കാര്യങ്ങൾ അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ക്യാമ്പയിൻസ് നടത്തുന്നതിൽ ബർമിംഗ്ഹാം സ്കൂൾ തിയറിസ്റ്റുകൾ ഒരു റോൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റ് മെമ്പേഴ്സിനെ എടുത്ത് നോക്കുമ്പോഴും അവരെല്ലാം ഫോക്കസ് ചെയ്തിരുന്നത് സോഷ്യൽ കൾച്ചറൽ ഹിസ്റ്ററി, അതുപോലെ തന്നെ അഗെയിൻ കൾച്ചർ ആൻഡ് സയൻസ്, മീഡിയ, കൾച്ചർ പോളിസി, റീജിയണൽ കൾച്ചർ ആൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കൾച്ചർ ആൻഡ് മീഡിയ. അങ്ങനത്തെ രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഏകദേശം എല്ലാ തിയറിസ്റ്റുകളും. നോട്ടബിളി നമ്മൾ കുറച്ച് പേരുകൾ പറയുന്നുണ്ട്. റിച്ചർഡ് ജോൺസൺ, മൊറീൻ മക്നീൽ, മൈക്കിൾ ഗ്രീൻ, ആൻ ഗ്രേ എക്സെട്ര, അവരെല്ലാവരും തന്നെ ഫോക്കസ് ചെയ്തിരുന്നത്. സോ ഫോർ കൺക്ലൂഷൻ, we looked at the definition of Birmingham School of Culture Studies, also known as CCCS, which was housed in the Birmingham University from 1964 to 2002. The shorthand Birmingham School refers to a site, a movement and a method. Emerging alongside other intellectual and activist currents in the British New Left,
It posed the radical democratic alternative to traditional higher education and the available method and methodology of communication and media studies. Center researchers expanded the possible objective of critical academic research, arguing it was imperative that we look at the product of mass media or so-called popular art as well as the means through which these objects and potential effects were understood. സോ ബേസിക്കലി ബെർമിംഗ്ഹാം സ്കൂളിൻ്റെ ഒരു പേർപ്പസ് എന്ന് പറയുന്നത് മാസ് മീഡിയ ആയിരുന്നു അവർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത്. നമ്മൾ നേരത്തെ നോട്ടബിൾ മെമ്പേഴ്സിൻ്റെ ഒരു അനാലിസിസ് എടുത്ത് നോക്കുമ്പോഴും കാണാൻ പറ്റി കൂടുതൽ ആൾക്കാരും ഫോക്കസ് ചെയ്തിരുന്നത് കൾച്ചർ മീഡിയ അവരുടെ ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു. Central to the methodological approach espoused by CCCS scholars is the need to look at the way the meanings and value of cultural texts are articulated to and through a cultural circuit. A text emerges from a context and its meanings are contingent on the framework of ideology and experience of both the context and the audience that reads it. അതായത് ടെക്സ്റ്റും കൾച്ചറും തമ്മിലൊരു റിലേഷൻഷിപ്പും അവർ ഫോക്കസ് ചെയ്തിരുന്നു. നമ്മളിപ്പോൾ ഒരു ടെക്സ്റ്റ് വായിക്കുമ്പോൾ അത് മനസ്സിലാക്കുന്നത് നമ്മുടെ കൾച്ചറിൻ്റെ ബേസിസിലും നമ്മുടെ ഐഡിയോളജിയുടെ ബേസിസിലുമായിരിക്കും. അത് കോണ്ടെക്സ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യും, അതുപോലെ തന്നെ ഓഡിയൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ഇന്ത്യൻ എപ്പിക്സൊക്കെ ഒരു ഫോറിനർ വായിക്കുകയാണെങ്കിൽ ഒന്ന് ആ ഒരു കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് മനസ്സിലാക്കിയെടുക്കാം. കാരണം അഗെയിൻ ഒരു ഇന്ത്യൻ മനസ്സിലാക്കുന്ന അത്രയും ഒരു ക്ലാരിറ്റിയോടെ ഒരു ബ്രിട്ടീഷ് ആൾക്ക് ആ ഒരു എപ്പിക്ക് മനസ്സിലാക്കണമെന്നില്ല. കാരണം നമ്മളെല്ലാം കുട്ടിക്കാലം തൊട്ട് തന്നെ ആ ഒരു പുരാണങ്ങളെല്ലാം കേട്ട് വളരുന്നതാണ്. വി ആർ മോർ ഫെമിലിയർ വിത്ത് ഇന്ത്യ, ഇറ്റ്സ് സർക്കംസ്റ്റാൻസസ് ആൻഡ് എവറിത്തിങ്, ഹിസ്റ്ററി ആൻഡ് എവറിത്തിങ്. പക്ഷെ ഒരു ബ്രിട്ടീഷ് ഒരു പേഴ്സണ് അതേ ഇന്ത്യൻ എപ്പിക് അതേ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. ബിക്കോസ് ഹി ഈസ് നോട്ട് ഫെമിലിയർ വിത്ത് ഇന്ത്യാസ് ഹിസ്റ്ററി ഓർ ഇസ് ടോപ്പോഗ്രഫി. എല്ലാ കാര്യത്തിലും ഒരു വ്യത്യാസമുണ്ട്. ജോഗ്രഫിക്കലി, സോഷ്യലി, കൾച്ചറലി എല്ലാ കാര്യത്തിലും ഒരു വ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വായിക്കുന്നത് ഒരേ ടെക്സ്റ്റ് തന്നെ ആയിരിക്കും, ഒരു ഇന്ത്യൻ എപ്പിക് ആയിരിക്കാം. പക്ഷേ ഒരു ഇന്ത്യനും ഒരു അമേരിക്കനും വായിക്കുമ്പോൾ അവർ അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുന്ന മീനിങ് അത് അവരുടെ ഒരു പേഴ്സ്പെക്റ്റീവിലും അവരുടെ ഐഡിയോളജിയിലും അവരുടെ കൾച്ചറിലും ഡിപ്പെൻഡഡ് ആണ്. എന്ത് മീനിങ് ആണ്, എങ്ങനത്തെ രീതിയിലുള്ള മീനിങ് ആണ് അവർ ഡിറൈവ് ചെയ്യുക എന്നുള്ളത്. സോ ദാറ്റ്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടെക്സ്റ്റ് ആൻഡ് കൾച്ചർ. അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് സ്റ്റുവർട്ട് ഹാൾ, then Richard Johnson, the CCCS developed path-breaking research into culture politics more generally, looking at the way identities and subjectivity were developed, reinforced and lived, and intersecting with emergent theories from and research in post-colonialism, post-structuralism, nationalism, feminism, gender and sexuality studies, science and technology studies, studies of race and ethnicity, and a variety of other subfields in the humanities and social sciences. ഇത് നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ് തന്നെയാണ്. അതൊരു ഇൻ്റർഡിസിപ്ലിനറി ഫീൽഡ് ആണെന്ന് പറയാൻ കാരണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരുപാടധികം തിയറീസും ഒരുപാടധികം സ്റ്റഡീസും ഈ ഒരു കൾച്ചറൽ സ്റ്റഡീസിൻ്റെ ഭാഗമായി വരുന്നുണ്ട്. ഒരുപാടധികം ഇൻഫ്ലുവൻസസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൾച്ചർ സ്റ്റഡീസിൽ ഹ്യൂമാനിറ്റീസിൻ്റെയും സോഷ്യൽ സയൻസിൻ്റെയും ഒരുപാടധികം ബ്രാഞ്ചസും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഡിസ്പൈറ്റ് ദ ക്ലോഷർ ഓഫ് ദി സെൻറ്റർ, these tendencies and emphasis remain important, especially to the many academic monographs, journals and conferences in culture studies each year. So that was the brief note on Birmingham School. I hope it was understandable, and I'll see you in the next video. Till then, take care. Thank you.